കരിയറിലെ ആദ്യത്തെ 14 വർഷങ്ങൾ ദുൽഖറിനെ സംബന്ധിച്ച് പല താരതമ്യങ്ങൾക്കും അപ്പുറമാണെന്ന് പറയാം. ഇന്ന് മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളുടെ കണക്കെടുക്കുമ്പോൾ മമ്മൂക്കയ്ക്കും ലാലേട്ടനും പിറകിലായി 3-ാം സ്ഥാനത്ത് ദുൽഖർ സൽമാൻ തന്നെയാണ്. ഏത് തരത്തിലുള്ള സിനിമയാണെങ്കിലും ഒരു മിനിമം ഇനീഷ്യൽ കളക്ഷൻ ഉറപ്പുവരുത്തുന്ന മലയാളത്തിലെ ഒരേ ഒരു നായക നടനാണ് ദുൽഖർ സൽമാൻ. സാക്ഷാൽ മോഹൻലാലിന് പോലും ഈ കാര്യം അവകാശപ്പെടാൻ കഴിയില്ല. ഒരു താരം എന്ന നിലയ്ക്ക് കഴിഞ്ഞ 14 വർഷത്തിൽ ദുൽഖർ നേടിയ നേട്ടങ്ങൾ വളരെ വലുതാണ്. OTT മാർക്കറ്റിന്റെയൊക്കെ കാര്യമെടുത്താൽ ഇന്ന് മലയാളത്തിൽ നിന്ന് മോഹൻലാലിനൊപ്പം വിപണന മൂല്യമുള്ള നായക നടനാണ് ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ ഏത് ജോണറിലുള്ള സിനിമയാണെങ്കിലും OTTയിൽ വലിയ ഡിമാൻഡ് തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രേക്ഷകർ അദ്ദേഹത്തിന്റെ സിനിമകൾക്കുണ്ട്. അത് മലയാളത്തിൽ നിന്നായാലും തെലുങ്കിൽ നിന്നായാലും തമിഴിൽ നിന്നായാലും. ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടം എന്നുള്ളത് മലയാളത്തിൽ നിന്നുള്ള ഒരേ ഒരു പാൻ ഇന്ത്യൻ താരമാണ്. ചുരുങ്ങിയത് 3 സ്റ്റേറ്റിലെങ്കിലും ദുൽഖറിന് ഒരു മിനിമം ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിലും തമിഴിലും തെലുങ്കിലും ദുൽഖറിന് അത് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഈ 3 ഭാഷകളിൽ നിന്നും ദുൽഖറിന്റെ സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം കളക്ഷൻ നേടുമെന്ന് ഉറപ്പാണ്. അന്യഭാഷകളിൽ പോയി 100 കോടി ചിത്രങ്ങളും 50 കോടി ചിത്രങ്ങളും നൽകിയ താരമാണ് ദുൽഖർ സൽമാൻ. മലയാളത്തിൽ നിന്ന് അങ്ങനെ ഒരു താരം ഇന്നില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയും. 90-കൾക്ക് ശേഷം മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന ഒരു അഭിനേതാവിനും നേടാൻ കഴിയാത്ത നേട്ടങ്ങളാണ് ദുൽഖർ നേടിയത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബൽ ദുൽഖർ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു നടൻ, ഒരു താരം എന്നുള്ള നിലയ്ക്ക് അപ്പുറത്തേക്കുള്ള ദുൽഖറിന്റെ വളർച്ചയായിരുന്നു വേഫർ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനി. നിർമ്മാണ വിതരണ രംഗത്ത് ദുൽഖർ കൃത്യമായ ചുവടുകൾ ഉറപ്പിച്ചത് വേഫർ ഫിലിംസിലൂടെയാണ്. മലയാളത്തിൽ ഇൻഡസ്ട്രി ഹിറ്റായി നിൽക്കുന്ന ലോക എന്ന ചിത്രം അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയിൽ നിന്ന് വന്നതാണ്. ലോക എന്ന ചെറിയ ചിത്രം നേടിയ വലിയ വിജയവും ബോക്സ് ഓഫീസ് കളക്ഷനുമെല്ലാം ദുൽഖർ എന്ന നിർമ്മാതാവിന്റെ കൂടെ ബുദ്ധിയാണ്. ഇന്ന് മലയാളത്തിലെ ഒരു യുവതാരത്തെയോ സീനിയർ താരത്തെയോ എടുത്തു നോക്കി താരതമ്യം ചെയ്താൽ മോഹൻലാലിന് പിന്നിലായി ഒരു ഇനീഷ്യൽ കളക്ഷൻ സ്റ്റാർഡം ദുൽഖറിനുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ മലയാള സിനിമയുടെ ചരിത്രമെടുത്താൽ ഇനീഷ്യൽ കളക്ഷന്റെ കാര്യത്തിൽ മോഹൻലാൽ ചിത്രത്തെ മറികടന്ന ഒരു മലയാള ചിത്രം നൽകിയത് ദുൽഖർ സൽമാനാണ്. അദ്ദേഹത്തിന്റെ കുറുപ്പ് എന്ന ചിത്രം മോഹൻലാലിന്റെ ആദ്യ ദിനത്തെ ഇനീഷ്യൽ കളക്ഷനെ മറികടന്നിരുന്നു. ദുൽഖറിനൊപ്പം വന്നവരെയോ ദുൽഖറിന് മുൻപ് വന്നവരെയോ ദുൽഖറിന് ശേഷം വന്നവരെയോ ഒക്കെ ദുൽഖറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു പടിക്ക് അദ്ദേഹം മുകളിൽ തന്നെയാണ്. ബോളിവുഡിൽ കൃത്യമായി കരിയർ പ്ലാനിംഗ് നടത്തി മുന്നോട്ട് പോകുന്ന ഒരേ ഒരു താരം ദുൽഖർ സൽമാനാണെന്ന് അടിവരയിട്ട് പറയാം. ഇനി വരാനിരിക്കുന്ന വർഷങ്ങളും ഇനി വരാനിരിക്കുന്ന സിനിമകളുമൊക്കെ അദ്ദേഹത്തിന്റെ താരമൂല്യത്തെയും അദ്ദേഹത്തിലെ അഭിനേതാവിനെയും ഒക്കെ ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടുപോകും. ഇനി വരാനിരിക്കുന്ന മലയാള സിനിമയിൽ താരാധിപത്യം ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമനായി ദുൽഖർ സൽമാൻ ഉണ്ടാവുമെന്ന് അടിവരയിട്ട് പറയാം.